ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തമിഴിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ജിഷമയുടെ ജിമ്മിലുള്ള കുഞ്ഞ് ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ആട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പോണേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി, വേഗം പോണം. ഞാനിതേ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ കേക്ക് കട്ടിങ്ങിന് ഈ ഡ്രസ്സ് ഒന്നല്ല ഞാൻ ഇടാൻ പോണത്. ഓൾറെഡി ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗായ്സ്, എനിക്ക് പണിയെടുക്കാനാണ് കുറച്ചും കൂടി എളുപ്പം ഈ ഡ്രസ്സല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. ഡ്രസ്സ് ഞാൻ വേറെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുടിയൊന്നും ഞാൻ അഴിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് എന്തിനാ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് അവസാനം കെട്ടാനുള്ളത് തന്നെയല്ലേ. അത് ഈ പണിയെടുക്കുമ്പോൾ നമുക്ക് മുടി കെട്ടിയാലേ അത്ര സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ 6 മണിക്ക് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ കേക്ക് കെട്ടിയ, പിന്നെ DJ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് പോയിട്ട് കുറച്ച് അവിടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നേരെ ഇതേ ജിഷ മാമിനെ കൂട്ടിയിട്ട് നേരെ നമ്മൾ ജിമ്മിൽ പോവാ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒരുപാട് ലേറ്റ് ആക്കണില്ല, നമുക്കപ്പോ പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയി പോട്ടോ. നമ്മുടെ അടുത്ത് 11:30 ഇവിടെ എത്താൻ പറഞ്ഞായിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ 11:45 ആയി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞ് ജിഷമേമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കാറിൽ വെയിറ്റ് ചെയ്തു. ഈവനിങ് സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയേക്കാം കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പം നമ്മുടെ ജിമ്മ് വരുന്നത് ഹെർ ചേംബർ ഫിറ്റ്നസ് കൊളനാട്ടുകാരെയാണ്. നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് ഓൾവേസ് വെൽക്കം. അടിപൊളി ജിമ്മൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ സോഫയിലൊക്കെ എടുത്ത് വെച്ച് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. സ്റ്റാറൊക്കെ വെട്ടിയതുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്ത ഏറ്റവും മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ടേബിളിൽ വെച്ചിട്ടായിരുന്നു പണിയെടുക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു നൂല് വലിച്ചപ്പോൾ എല്ലാം കൂടി കെട്ടിപ്പടഞ്ഞ് ആകെ ചള പളായി. എന്നിട്ട് പിന്നെയും അതൊക്കെ വെട്ടി ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു തുടങ്ങിയത്. അപ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 1:30-2 മണിയൊക്കെ ആയി തോന്നുന്നു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് ഫുഡ് എത്തിയാലാണല്ലോ നമുക്ക് അടുത്ത പണി വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി ഗൈസ്. ഫുഡൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ നല്ല എനർജിയൊക്കെ വെച്ച് വയറൊക്കെ ഫുള്ളായിട്ടോ പണിയെടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഉറക്കം വന്നു, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റില്ല. 2 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണ്ടേ. ഈ കാണുന്ന കോട്ടൺ ഉണ്ടല്ലോ, ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ഇത് ഇവിടെ നേരത്തെ അങ്ങോട്ട് ഇങ്ങനെ റോള് പോലെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെക്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. പിന്നെ ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മളിങ്ങനെ സ്റ്റാർസും ട്രീയും ഒക്കെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു താഴെ. എന്നിട്ട് ആ ജനലേമ്മ നമുക്ക് ഒട്ടിക്കാനാട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റെയിൻബോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഒരു ബിനാലേക്കുള്ള സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്കായിരുന്നു ആദ്യം കാണിച്ചു കൊടുത്തത്. അവർ അപ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ നമ്മൾ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തു. തന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വിനു ചേച്ചി വന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും വന്ന് കണ്ടപ്പോൾ. ഇത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാന്റാക്ലോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പ വേറെ ആരുമല്ലേ, നമ്മുടെ ഓണേഴ്സിൽ ഒരാളാട്ടോ അതാക്കിടത്ത് തുള്ളത്. കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഡാൻസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ എന്താ പറയുക, കേക്കും സുഗിയനും കട്ട്ലൈറ്റും ആയിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഒരു പ്ലേറ്റൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഫുഡ് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നമ്മളപ്പുറത്ത് മാറി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്ന് മുക്കിലിരുന്ന് കഴിക്കുന്നുണ്ടാവും. ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ക്രിസ്മസ് എങ്ങനെയാലും പൂർത്തിയാക്കാം. അപ്പം നമ്മൾ അടുത്തത് ആ പരിപാടിയിലോട്ട് കിടന്ന്
ലാസ്റ്റ് നമ്മൾ ഒന്നും നോക്കിയില്ല, ഒരു അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു തുള്ളി. പരിപാടിയൊക്കെ അവസാനിച്ചപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് തുറക്കാനുള്ള ഭയങ്കര ത്വരയുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വരെ പോകാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പം ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്കും കാണാം. വാവ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞ് ഫ്ലവർ വൈസ് ഒരു ക്യാൻഡിലും കിട്ടിയിട്ടോ. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞ് സെലിബ്രേഷൻ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ